ഓ എന്തോടാ അടിപൊളി പറഞ്ഞോ സൈസ് ഉണ്ടോ എൻ്റെ കയ്യേക്കാട്ടി വലുത് അറിയത്തില്ല ചെറുമീന അല്ലോടോ വാരാലോടോ പൊട്ടിച്ചോണ്ട് പോയടാ എൻ്റെ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചോസ് ടാക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയതാണ്. ഞാനും ജെയ്സനും രോഹിത്തും കൂടാണ് കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയത്. വരാൽ പിന്നെ ഒരു കുളത്തിനകത്ത് നല്ല ചിമ്മിട്ട് ഒരു വാഹ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് കണ്ടു കാണും. രോഹിത്തിന് അവിടെ നിന്ന് വാഹ അടിച്ചായിരുന്നു. നമ്മൾ അതിനെയും കൂടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ക്ഷീണിച്ച് കുറേ നടന്ന് മെയിൻ റോഡ് അങ്ങ് കണ്ടത്തിൽ കൂടെ ഒത്തിരി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കുളമാകുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവരും കാണാം. അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. സെറ്റൊക്കെ ഇനി എടുത്ത് സെറ്റ് ചെയ്യണം. രോഹിത് അപ്പുറത്ത് വാഹയ്ക്കടിക്കുക. ജെയ്സൺ അങ്ങോട്ട് പോയി. ഞാൻ നമ്മുടെ സെറ്റൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം കടലിൽ കൊണ്ടുപോയിട്ട് പിന്നെ അഴിച്ചൊന്നും കിട്ടിയില്ല. ഫ്രോക്ക് ഏതൊക്കെ ഉണ്ട്. ചെറുത് ചീറ്റോയെ കിടപ്പുള്ളൂ കേട്ടോ. എവിടെയാണേ നിങ്ങൾ? നമ്മൾ പുല്ലുകൾക്കിടയിലൂടെ പോവാണ്. എവിടെ? യെസ്, ഓഫ് കോഴ്സ്. അപ്പുറത്തെ സൈഡിൽ പോയാൽ പോവാം. എന്താ ഇവിടെ പറ്റത്തില്ലേ? വേണ്ട വേണ്ട വേണ്ട. അവിടെ ചടപട അടിയാണല്ലോ. നമ്മളിപ്പോൾ ഈ പോകുന്നതിൻ്റെ ആ സൈഡിൽ മീനുണ്ട്. ചീ അങ്ങോട്ട് നിന്നോ, കരയാണ്. അറിയില്ലേ? അവിടെ 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 വലിയ അനക്കമില്ലാത്ത എടുത്തിട. പേടിച്ചോടാതെ ഫ്ലോ ഇട്ടാൽ മതി. അറിയത്തില്ല, ചെറുമീന അല്ലോടോ വാരാലോടോ. ഓ എന്തുവാണത്? ഒരു വരാലിൻ്റെ സൈസ് ഉണ്ട്. ഞാൻ എൻ്റെ ഗിയർ സ്ലിപ്പായി മീനടിച്ചിട്ട് ഗിയർ സ്ലിപ്പായി. ഞാൻ വിചാരിച്ച് അയ്യോ പൊന്നെ, എൻ്റെ കയ്യെക്കാട്ടി വലുത്.
സൈസ് വരല്ലോ കേട്ടോ, കിട്ടുക്കാൻ വരല്. ഞങ്ങളോർത്ത് വായായിരിക്കുന്നു, വാ പറയുന്നത് ചേറുമീനാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പൊളി പൊളി. ആ എന്നാ സൈസ് നോക്കി, അമറാണ്ട സാധനം, അമറാച്ചി സാധനം. കൊല്ലിയുണ്ടോ? എടുക്ക്. ഇതാണ് അവിടെ കിടന്ന് കളിച്ചുകൊണ്ട് ഓട്ടിക്കിട്ടില്ല. ഹുക്കറും ഉണ്ടോ അവിടെ? ഒണ്ണാക്കില്ലായിരിക്കുന്നേ. വെയിറ്റ് ചെയ്ത് കൊടുത്താൽ എടുത്തേ. അയ്യോ ആ എന്തുവാ ഒന്ന് കൈവേന എടുക്കുന്നു. വരാല് വരാല്. ആ അവിടെ കേട്ടോ സൗണ്ട്? ഗായ്സ് അന്യായ വരാല് ആണല്ലയോ? സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ക്യാമറ ഓഫാകുന്നതാണ്. ഇത്ര നേരം ചേറുമീനാണെന്നും പറഞ്ഞോണ്ടിരുന്നു. വെള്ളം കണ്ടപ്പോ ഞാൻ വരാലാണോ? കൊള്ളാം, പൊളി പൊളി, തകർക്ക് തകർക്ക്. ബാ ഇപ്പോൾ ഒരെണ്ണം കൂടെ അടിക്കും. രണ്ട് ഈ സൈഡിൽ ഒരെണ്ണം തന്നെ ഇപ്പോൾ ആ ഫ്രോ കിടക്കുന്നുണ്ട്, അവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. എൻ്റെ സെഡോണയ്ക്ക് പ്രശ്നമായി. ദണ്ട് ഇവിടെ ആ ചെറുതാ. അയ്യോ എന്നെ കളറാടാ, കീഴിലും കളറ്. നല്ല വെള്ള നല്ല വൃത്തിയുള്ള ഒരാല്, അടിപൊളി കേട്ടോ. നീ അടി അടിക്കടാ, അവിടെ തന്നെ മീൻ കിടപ്പുണ്ട്. അത് തന്നെ ഇട്ടടിച്ചു. ഞാൻ അവിടെ രണ്ടാമത്തെ ഒരാളും കയറിയിട്ടുണ്ട്, അടിപൊളി. അവിടെ ഒന്നും അനക്കം കൊടുക്കണ്ട, അവിടെ എല്ലാം പോകാൻ പറ്റും നമുക്ക്. ഞാൻ പറയുന്നത് നോർമൽ ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് എടുത്തിട്ടിട്ട് അതിട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്ന കളങ്ങളുണ്ടോ, അവിടെ ഇട്ട് കുലുക്കി കൊടുക്കുക, മീൻ കയറി പൊട്ടിക്കും. ഉണ്ട് ഇവിടെയും കാണാൻ ചാൻസ്. ഊക്കപ്പിന് അപ്പുറത്തെ കുളത്തിലും പോകണം. ഒടിഞ്ഞൊരു ഫോളോ ഗായ്സ്, ഒരു കീടിലും ഫോളോ നടക്കുന്നു. ഒടിഞ്ഞൊരു ഫോളോ ഗായ്സ്, ഒരു കീടിലും ഫോളോ നടക്കുന്നു. ഓ ഓ ഫ്രോഗ് കാട്ടിപ്പോയി ഗൈസ്.
പരുവാ അടിപൊളി മൂന്നാമത്തെ ഹുക്കപ്പാണോ അല്ല കിടക്കാതി വെക്ക ഫ്രോഗ് ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ ഫ്രോഗ് തിരിഞ്ഞ് ഇന്നത്തെ പരിപാടിയോടുകൂടി സെഡോണ ചേഞ്ച് ചെയ്യാണ് ഗൈസ് സെഡോണയുടെ ചാറ് ഊറി വേണ്ടി വരും കടിച്ചു പിടിച്ചേക്കാം ഇപ്പൊ 3 എണ്ണം കൂടെ തന്നെ എങ്ങനെ പോലും 2 കിലോ ആയിട്ടുണ്ട് ഒരു സ്പോട്ടിൽ ഒറ്റ സ്പോട്ടിൽ നാട്ടോ നീ മൊത്തം കയറുന്നത് ഈ ഫ്രോഗ് ശരിക്കും തിരിഞ്ഞ് റബ്ബർ ഇതായി പാത്ത് പോയി കിടക്കും ഇത്ര ഒരുമിച്ച് അടിക്കുന്നു അതുപോലെ വാഹയുണ്ട് ഇതിനകത്ത് ഞാൻ അടിച്ചെടുത്ത് തന്നെ അടിക്കേ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിടിക്കുന്ന ബെറ്റർ ഒന്നുമില്ല ആ പുല്ലിനകത്തിട്ട് കുലിക്കാൻ മതി അതിനകത്ത് നിൽപ്പുണ്ട് നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് റീലൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല തീരുമാനമായിട്ടുണ്ട്. നാലാമത്തെ സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇല്ല ഗൈസ്. സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ അടി പൊട്ടി. ഇത് നല്ല നാടനാണ് തോന്നുന്നു. ആ എടാ പ്ലെയർ എടുത്ത് നമ്മുടെ അമ്മാതിരി ഹുക്കപ്പല്ലേ. നീരവിടെ നരക്കിലവിടെ തെറിച്ചിട്ട് പിന്നെ ബാക്കി കുറച്ച് കിട്ടിയാൽ മതി. അല്ല ആ ഹുക്കപ്പിന് വേണമെങ്കിൽ നമുക്ക് ആ ഹുക്കപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോയി ചായ പിടിച്ചിട്ട് വരാം. അല്ല ഫ്രോഗ് തീർന്ന് 4 മീനെ കൊണ്ട് ഫ്രോഗിന്റെ പരിപാടി തീർന്ന്. ആ ഫ്രോഗ് പൂത്ത് തീർന്ന്. അടിപൊളി ഒരു വരാല് സൈസാടാ ഹെവി സൈസ് നമുക്ക് ആ കിട്ടിയ ഹെവി സൈസ്. അയ്യോടോ മിസ്സാണ് ഈ സൈസ്. നമുക്ക് ആ കിട്ടിയ ഹെവി സൈസ്. അയ്യോടോ മിസ്സാടാ. ഇവിടെ വന്നിട്ട് അയ്യോ എന്തോ വരാലടാ പോയി കൂളായിട്ട് പോയി ആശാൻ. വലുതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അതന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നുണ്ട് പറയുന്നത്. ഭയങ്കര സൈസ് സൈസായിരുന്നു. ആദ്യം കയറി അത് അതിന്റെ ഏകദേശം അത്രയുള്ള സാധനം. ആ ഹുക്കപ്പ് പോരാ. ഞാൻ കൊടുക്കാൻ എനിക്ക് പേടിയറിയില്ല ഇത് പൊട്ടുമെന്ന്. ചെയ്യുവാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഒറ്റ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയ മീന എറൗണ്ട് ഒരു 3 kg ആണ് അല്ലേ. ആദ്യത്തെ മീൻ തന്നെ 1 kg പ്ലസ്സാ. പൊളി കിടില. വാ നമുക്ക് ആ ലൊക്കേഷനിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണാം. സ്പോട്ടാണ്. പൊട്ടിച്ചോണ്ട് പോയടാ. എൻ്റെ ഫ്രോഗ് പൊട്ടിച്ചോണ്ട് പോയടാ. ഫ്രോഗ് പൊട്ടിച്ചോണ്ട് പോയി.
ഓഫായി പോയി. അടിപൊളി വരണം കണ്ടോ, സൈസ് കണ്ടോ, എൻ്റെ കയ്യെക്കാട്ടി വലുത്. എന്ത് അവിടെ ഇത് ശേ, എനിക്കിപ്പോൾ മിസ്സായതും ആദ്യത്തെ മിസ്സായതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ എന്തുമാത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല ഗൈസ്. അത് സ്ട്രൈക്ക് ചെയ്തപ്പം ഞാനത് വീഡിയോ ഓൺ ആണെന്നും പറഞ്ഞിരുന്ന. നമുക്കവിടെ വേറെ ഒരുത്തിനെ ഇട്ട് നോക്കാം. ഇതൊരു ഷാഡാണ്. അത്യാവശ്യം പറഞ്ഞാൽ ഉടക്കൊക്കെ ഉടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ ഒരു മീൻ കിടപ്പുണ്ട്. അവനെ പൊക്കണമെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഇട്ടാലേ നടക്കത്തുള്ളൂ. അതങ്ങനെ ഷാഡ് ഇടുന്നതിന് മുമ്പേ കൂട്ടക്കുരു കുരുങ്ങി. ഇതുണ്ടോ, ഒരേറെറിയുന്നതിന് മുമ്പേ കുരുങ്ങി. മീനാണെന്ന് കരുതിയതാ, വേറെ എന്തോ സംഭവം അവിടെ ഉണ്ട്. ഷാഡിട്ടാ. ആ ചുമ്മാ അല്ലടാ, ഇവിടെ മീൻ നിൽക്കുന്നത്. ഇവിടെ ഒരു ഓലമടൽ കിടപ്പുണ്ട്. ഒരു ഓലമടൽ കിടപ്പുണ്ട്. പാവ ഓലമടലിനെ സംശയിച്ചു. എവിടെ കിടന്ന് കളിക്കുന്നു? ഈ പുല്ലിന്റെ ഇറങ്ങി രണ്ട് പുല്ല് വരാലാന്ന് തോന്നുന്നു. വരാല. അയ്യോ, വരാല. അയ്യോ, വാക്കുഞ്ഞായിരുന്നു. ഇവിടെ വന്നിട്ട് പോയി കുഞ്ഞ. ആഗ്രഹം ഉണ്ടല്ലോ ഇത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ഇന്ന് നമുക്ക് അടിച്ച മീനുകൾ ഏകദേശം ഇത്രയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം സൈസ് സാധനങ്ങളാട്ടോ. സൈസ് വലിയ 2 വരാലുണ്ട്, ഒരു 1 kg പ്ലസ് 2 വരാലുണ്ട്, ബാക്കി ഒരു 3 വരാൽ ചെറുതാണ്. നമുക്കാണെങ്കിൽ പിന്നെ ഒരു വാഹ മിസ്സായി, ഒരു 2 വരാൽ രോഹിത്തിൻ്റെന്ന് പറഞ്ഞാൽ വലിയ ഒരു ജയൻറ്റ് മിസ്സായി, എൻ്റെ പറഞ്ഞാൽ പൊട്ടിച്ചുകൊണ്ട് പോയി. എല്ലാം വീഡിയോയ്ക്കകത്തുണ്ട്. അപ്പോൾ അതോടെ കയറുവാറിന് പൊളിച്ചേനെ. പിന്നെ ജെയ്സൺ അപ്പുറത്തെ സൈഡുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു ചെറുമീൻ അടിച്ച് കയറി, അതേപോലൊരു വരാൽ ജയൻറ്റ് വരാൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പക്ഷേ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല, പുള്ളി വേറെ സൈറ്റായിപ്പോയി. നമുക്ക് അടുത്തടുത്താണ്, പക്ഷേ ഇച്ചിരി ദൂരെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഫിഷിംഗ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.